എന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു വിസ്മയമായിട്ട് ശശി സ്ഥാനമൊക്കെ രാജിവെച്ച് നിൽക്കുകയാണ്. എന്താണ് കോൺഗ്രസിൻ്റെ നിലപാട്? അല്ല, എനിക്കറിയില്ല. അത് അദ്ദേഹം രാജിവെച്ചത് KTDC ചെയർമാൻ സ്ഥാനമല്ലേ. അദ്ദേഹം പാർട്ടിയിൽ നിന്ന് രാജിവെച്ചതായിട്ട് പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, ശശി കോൺഗ്രസിലേക്ക് വരുമോ, കോൺഗ്രസുമായിട്ട് സഹകരിക്കുകയോ ചെയ്യുമോ? അല്ല, എനിക്കതിനെക്കുറിച്ചിട്ട് ഒരു വിവരവുമില്ല. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇല്ലാത്ത കാര്യം നമ്മളെ മുന്നിൽ വരാത്ത കാര്യത്തെ സ്വാഗതം ചെയ്യണോ ഇല്ലയോ എന്ന് ഇപ്പോൾ അനുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയേണ്ടതല്ലല്ലോ ഒന്നും. അനുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുമില്ല. അത്തരം കാര്യങ്ങൾ വരുമ്പോഴാണ് പാർട്ടി നിലപാടെടുക്കേണ്ടത്. ആ സമയത്ത് പാർട്ടി നിലപാടെടുക്കാൻ നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മുടെ നിലപാട് നമ്മളെടുക്കും. ഇപ്പോൾ അങ്ങനെ ഒരു നിലപാടെടുക്കേണ്ട സ്ഥിതി പക്ഷേ വന്നിട്ടില്ല. കേരള സ്റ്റോറിയുടെ രണ്ടാം പാർട്ടിയുടെ ടീസർ പറഞ്ഞിട്ടുണ്ട്, ചർച്ച നടക്കുന്നുണ്ട്. എന്താണ്? ഞാൻ അതിനകത്തൊരു FB പോസ്റ്റ് ഇട്ടിട്ടുണ്ടല്ലോ. നിങ്ങൾ കാണിച്ചില്ലെങ്കിൽ ദേശീയ മാധ്യമങ്ങൾ വലിയ വാർത്തയാണ്. അവർ നന്നായിട്ട് എല്ലാം നന്നാക്കാൻ വേണ്ടിയിട്ടേ വാർത്തയല്ല കോൺഗ്രസ് പാർട്ടിയെ, പക്ഷേ അത് വലിയ ഹെഡ്ലൈനാണ് ദേശീയ മാധ്യമങ്ങളിൽ. കാരണം നമ്മൾ എൻ്റെ പോയിൻ്റ്, കേരളത്തെ ഇതുപോലെ അപമാനിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. കേരള സ്റ്റോറി നമ്പർ 1 എടുത്താലും കേരളത്തിൽ നടക്കുന്ന നടക്കാത്ത കാര്യങ്ങൾ നടക്കുന്നുള്ളൂ എന്ന് പർവ്വതീകരിച്ച് കേരളത്തെ ഒരു ഹേറ്റ് ക്യാപിറ്റലാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടാണെന്നാണ് നമ്മൾ അഭിമാനിക്കുന്നത്. എന്തുകൊണ്ടാണ്? പല ഘടകങ്ങളുണ്ട്. പ്രകൃതി സൗന്ദര്യം കൊണ്ട്, അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേന്മ കൊണ്ട്, ആരോഗ്യ മേന്മ കൊണ്ടൊക്കെയാണ് നമ്മൾ എല്ലാ കാലത്തും പറയാറുള്ളത്. അതിനോടൊപ്പം തന്നെ പരസ്പര സൗഹാർദ്ദത്തിൻ്റെ കാര്യത്തിലും നമ്മുടെ ആളുകൾ വളരെയേറെ മാതൃകാപരമായി പ്രവർത്തിക്കുന്നവരാണ്. പക്ഷേ കേരളം ഇതൊന്നുമല്ല. കേരളം എന്തോ അപകടകരമായ സ്ഥലമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടില്ല. ഇത് ആൻറ്റി കേരള ക്യാമ്പയിനാണ്. ഇത് വിദ്വേഷം പകർത്താനാണ്, സംശയമില്ല. ആ വിദ്വേഷം പടർത്താൻ ശ്രമിക്കുന്നതോടൊപ്പം ആൻറ്റി കേരള ക്യാമ്പയിനും കൂടി ഉദ്ദേശിക്കുന്നതാണെന്നതിൽ സംശയമില്ല. ഇപ്പോൾ രണ്ടാമത്തെ ടീസറേ വന്നിട്ടുള്ളൂ. ടീസറിൽ കാണുന്നത് എന്താണ്? ബീഫ് കഴിക്കാൻ നിർബന്ധിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. ഇതൊക്കെ കേരളത്തെ വികലമാക്കി ചിത്രീകരിക്കും. കേരളത്തിൽ അങ്ങനെ ഒരു സംഭവം എവിടെയെങ്കിലും ഉള്ളതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇത് കൃത്യമായിട്ടും ആൻറ്റി കേരള ക്യാമ്പയിനാണ് നടക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ് ഇതിനെല്ലാം പ്രോത്സാഹിപ്പിക്കുന്നു. കേരള സ്റ്റോറിക്ക് അവർ ദേശീയ അവാർഡ് കൊടുത്തു. ഇപ്പം മനസ്സിലായില്ലേ? ഇതിനകത്ത് ഇത്തരം ആളുകളെ പ്രൊമോട്ട് ചെയ്യുക, ഇലക്ഷന് വേണ്ടി, ഇലക്ഷന് മുന്നോടിയായിട്ട് പരമാവധി വിഭജനം ഉണ്ടാക്കുക, സമുദായങ്ങളും സമൂഹങ്ങളും തമ്മിൽ ഭിന്നതയിലേക്ക് കൊണ്ടുപോവുക, അവരെ കണ്ടാമുണ്ടാത്ത അവസ്ഥയിലേക്ക് എത്തിക്കുക, പരസ്പരം പോരടിപ്പിക്കുക. ഈ ഒറ്റ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇതിനെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.